മഹാശക്തി സ്വരൂപിണിയും അഭിഷ്ടവരദായിനിയുമായ ആദിപരാശക്തിയുടെ പ്രഭാചൈതന്യത്താൽ അനുഗ്രഹീതമായ ചാമക്കാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം സമാപിച്ചു. മാർച്ച് 13, 14, 15 തീയതികളിലായാണ് പൊങ്കാല മഹോത്സവം നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ 100 കണക്കിന് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. രാവിലെ 11 മണിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. 12 മണിക്ക് അന്നദാനം, ഉച്ചപൂജ, വലിയ പട്ടള പായസം എന്നിവയും നടന്നു. വൈകിട്ട് 5 മണിക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്. രാത്രി 7 മണിക്ക് പയ്യന്നൂർ SS ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന കലവറ നിറക്കൽ ഘോഷയാത്രയെ നാട്ടുകാരും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 100 കണക്കിന് സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിന് അധികമായി എത്തി. 15ാമത് പൊങ്കാല മഹോത്സവത്തിന് കർണാടകയിലെ കുടകിൽ നിന്നുപോലും സ്ത്രീകൾ പങ്കെടുത്തു. ക്ഷേത്ര ഭാരവാഹികളായ സുരേന്ദ്രൻ തലച്ചിറ, തെങ്ങുംപള്ളി രാഘവൻ, പ്രേമരാജൻ മഞ്ഞേരി, പ്രഭാവതി പുളിമൂട്ടിൽ, ശിവരാമൻ തലച്ചിറ, വിജേഷ് ബാലകൃഷ്ണൻ, ഗോപാലൻ തളിയിൽ, നാരായണൻ മേലെടുത്ത് എന്നിവർ നേതൃത്വം നൽകി. ചാമക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനപ്പൊങ്കാല മഹോത്സവമാണ് വളരെ സമുചിതമായി ഇന്നിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. അവർ ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ പൊങ്കാല സമർപ്പണത്തിന് വേണ്ടി വളരെ ത്യാഗം ചെയ്ത് ക്യൂ നിന്നിട്ട് ഇപ്പോൾ 11 മണിയോടുകൂടി അവരുടെ ആത്മസമർപ്പണം നടത്തിയിരിക്കുകയാണ്. സ്ത്രീജനങ്ങൾ ഏകദേശം 10 ദിവസത്തോളം വ്രതമെടുത്താണ് പൊങ്കാല സമർപ്പണം അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ പ്രദേശത്തും മറ്റ് ദേശത്തുമൊക്കെയുള്ള വിവിധ ആളുകൾ ഭക്തിയാദരപൂർവ്വം നടത്തുന്ന ഒരു ചടങ്ങാണിത്. ഇത് ഈ ക്ഷേത്രത്തിൽ ഈ പൊങ്കാല മഹോത്സവം നടക്കുന്നത് ഇത് 15ാമത്തെ തവണയാണ്. ഇതിനു മുൻ വർഷവും ഇതേപോലുള്ള ശ്രദ്ധേയമായിട്ട് പൊങ്കാലകൾ നടന്നു വന്നിരിക്കുകയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും നമ്മളെ പൊങ്കാലയുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇത് ഒരു മതസൗഹാർദ്ദത്തിനും കൂടിയുള്ള ഒരു പൊങ്കാലയാണ്. നമ്മളെ തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. അവിടുത്തെ വികാരി അടക്കമുള്ളവർ എല്ലാ വർഷവും നമ്മളെ പൊങ്കാലയുമായി സഹകരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഞങ്ങൾ തിരിച്ചങ്ങോട്ടും അവരുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരേ പ്രദേശമായതുകൊണ്ട് ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് ഞങ്ങളുടെ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങളിതൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും വളരെ മികച്ച ഒരു സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പൊങ്കാലയുടെ ഇത്തരത്തിലുള്ള ഒരു വിജയത്തിന് പിന്നിലെ കാര്യവും.